ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് നമ്മുടെ 20ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് ഹൃദയമാന്ത്രികത. എന്താണ് ഹൃദയമാന്ത്രികത? നമ്മളിപ്പോൾ ഒരു 19 എണ്ണം നമ്മൾ കഴിഞ്ഞു. ആ കാര്യങ്ങൾ പ്രാക്ടീസിൽ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അനുഭവം ശരിക്കും അറിയാൻ പറ്റും. കാരണം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആഴത്തിൽ നന്ദി പറയുമ്പോഴുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരിശീലനത്തിൽ നമ്മളിത് പറയുന്നത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴം നമ്മളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടിയും അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആഴത്തിൽ നന്ദി പറയാറുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം, പെട്ടെന്ന് നിങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നന്ദി പറയുക? ഒരുപാട് ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നന്ദി പറയുക? ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് വന്നു ചേരുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് ഉള്ളിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്ന ഒരു കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇത്രയും നമ്മൾ ആഴത്തിൽ ആ ഹൃദയത്തിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഹൃദയത്തിൻ്റെ ചുറ്റും നമ്മൾ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കും. ഒരുപാട് മാറ്റം നമ്മൾ ആ ഹൃദയത്തിൻ്റെ ആ തുടിപ്പുകൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഹൃദയത്തിലുള്ള ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് നമുക്ക് അത്രയും ഇതിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എത്രമാത്രം ആഴത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു, അപ്പോൾ പുറത്ത് നമുക്ക് നന്ദി പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം അത്രയും പോസിറ്റീവായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ വീണ്ടും നന്ദി പറയാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ ഈ ഈ പരിശീലനത്തിൻ്റെ ഏത് കാര്യം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥം എന്തുമാത്രം കൃതജ്ഞത പറയുന്നു അത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പരിശീലനം നമ്മൾ കുറച്ച് സമയം നിങ്ങളിത് കുറച്ച് നാൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഓരോ നന്ദി പറയുമ്പോഴും നമ്മൾ ഉള്ളിൽ നിന്ന് പറയാനും, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. നമ്മുടെ എത്രയാണോ നിങ്ങൾക്കൊരു 10 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്, ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ടുള്ളവർ അത് എടുക്കുക. നമ്മുടെ കൈ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ നിന്ന് നമ്മൾ അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്ദി പറയുന്നൊരു കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് നന്ദി പറയുമ്പോൾ നമ്മൾ ആ നെഞ്ചിൽ കൈവച്ചിട്ട് നന്ദി പറയുമ്പോൾ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് ആ നെഞ്ചിൽ കൈവച്ച് ഹൃദയഭാഗത്ത് കണ്ണുകളടച്ച് ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നന്ദി പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നന്ദിയുടെ ഫീലിങ്ങും എല്ലാം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് നാൾ ചെയ്യുമ്പോഴേക്കും അനുഭവം തിരിച്ചറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു 10 ആഗ്രഹങ്ങൾ എടുക്കുക. ആ 10 ആഗ്രഹങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ച് ഓരോന്നെടുത്തുകൊണ്ട് മനസ്സ് ആ കണ്ണുകൾ അടച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ആഗ്രഹം എടുത്ത് നിങ്ങൾ ഉറക്കെ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ വായിക്കാം. വായിച്ചിട്ട് അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് ഫീലിങ്ങോട് കൂടി മനസ്സിൽ നമ്മളത് കാണുക. അത് ലഭിച്ചു കഴിഞ്ഞു, ആ കിട്ടിയ സന്തോഷവും ഫീലിങ്ങും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ആ കാര്യം കിട്ടിയതായിട്ട് അനുഭവിക്കുക, നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പരിശീലനം. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അത് ലഭിച്ചതായിട്ട് ഫീൽ ചെയ്ത് പറയുക. ഇതാണ് പറയുമ്പോൾ അത് ചെറിയൊരു പരിശീലനം പോലെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ 10 ആഗ്രഹങ്ങൾക്കും നമുക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഹൃദയതാളം നിങ്ങൾക്ക് അത്രേതൊരു ശ്രുതി മധുരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളെ കുറച്ച് നേരം നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ടിരുന്നാൽ നമുക്ക് നന്ദി പറയുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ താളം, ഹൃദയത്തിൻ്റെ ആ താളം നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ നന്ദി പറയുന്നതിനനുസരിച്ചായിട്ടത് മാറിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് അത്രയും ഇതായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തിലും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ നന്ദി ഇങ്ങനെ ആത്മാർത്ഥമായി പറയുന്നതിനനുസരിച്ച് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ എല്ലാ പ്രാക്ടീസുകളും ഇത് തന്നെയാണ്. ഹൃദയം
ഇത് പ്രത്യേകിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്ന പരിശീലനമാണ്. അപ്പോൾ എല്ലാവരും ആ മാന്ത്രിക വാക്കായ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും അത് കൂടുതൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. സമ്പത്തോ സമൃദ്ധിയോ ഐശ്വര്യമോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നേടിയെടുക്കാൻ പറ്റും. അതാണ് നമ്മളിന്ന് ഹൃദയമാന്ത്രിക പരിശീലനം എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, നമ്മൾ പറഞ്ഞു മാന്ത്രികത അത് വല്ലാത്തൊരു അനുഭവം. നമ്മൾ ആ മാന്ത്രികമായിട്ടുള്ള നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്: നമ്മൾ കണ്ണുകൾ അടയ്ക്കുക, നമ്മുടെ 10 ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക, അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഉറക്കെ വായിക്കുക. നിങ്ങൾക്ക് പതുക്കെ ആണെങ്കിൽ പതുക്കെ വായിക്കുക. അത് എടുത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഓരോ ആഗ്രഹം വായിച്ചിട്ട് അത് അവസാനം നമ്മൾ താങ്ക് യു എന്ന് പറയും, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുക, ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതാണ് പരിശീലനം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നും ചെയ്യണ പോലെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 10 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എഴുതുക. അതിന് ഓരോന്നിനും മാന്ത്രിക വാക്കായി നന്ദി പറയാം. എങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഓരോന്നും എഴുതിയിട്ട് നന്ദി പറയാം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ രാത്രി, എല്ലാ ദിവസവും ചെയ്യണത് രാത്രി നമ്മൾ നമ്മുടെ ഓരോ ദിവസത്തെ ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് ഏറ്റവും നല്ലതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. മാന്ത്രിക കല്ല് വെച്ചുകൊണ്ട് നന്ദി പറയാം. ഇതാണ് രാത്രി ചെയ്യണത്. ഇവിടെ നമ്മൾ 10 അനുഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക. ആ ആഗ്രഹങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഓരോന്ന് ലഭിച്ചതായിട്ട് നന്ദി പറയാം. മാന്ത്രിക വാക്കായി നന്ദി പറയാം. അതാണ് ഇന്നത്തെ പരിശീലനം. അപ്പോൾ എല്ലാവരും ഈ പരിശീലനങ്ങൾ ചെയ്യുക. നമ്മൾ പറഞ്ഞു നമ്മളിത് 3 ഘട്ടങ്ങളായിട്ടാണ് പരിശീലനം. ആദ്യത്തെ 12 പരിശീലനങ്ങൾ നമ്മളെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് നേടിയെടുക്കാനായിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.